വരുന്ന വഴിയിലൂടെ വരുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മോനെ അനസേ, ഇതുവഴിയുള്ള പ്രവേശനം ഇനിയില്ല, ഇതുവഴി വരൂ മോനെ. ഇസ്ലാമിന്റെ നിയമമാണ്. പ്രായപൂർത്തിയായി സ്ത്രീകളെ കാണുമ്പോൾ വൈകാരികമായ വിചാരങ്ങൾക്ക് സാധ്യതയുള്ള പ്രായമായാൽ പിന്നെ ആ കുട്ടികൾക്ക് സൂക്ഷിക്കേണ്ട ഒരകലമുണ്ട്, സേവകർക്ക് സൂക്ഷിക്കേണ്ട ഒരകലമുണ്ട്. ആ അകലമാണ് പഠിപ്പിക്കുന്നത് സഹോദരാ. അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അല്ലയോ മോനെ അനസേ, ഇനി സാധാരണ വന്നതുപോലെ എപ്പോഴും എല്ലായ്പ്പോഴും പൊതുവഴിയിലൂടെ അകത്തേക്ക് കയറല്ലേ മോനെ. അനസ് റളിയല്ലാഹു അൻഹു അകൽച്ച സൂക്ഷിച്ചുകൊണ്ട് വീട്ടിൽ സേവനം ചെയ്യുന്നു. കുട്ടി വലുതായി. ഇന്ന് നോക്കൂ സഹോദരങ്ങളെ, ഗൾഫിൽ നിൽക്കുന്ന ഓരോരുത്തര് ഡ്രൈവർമാരെ ഏൽപ്പിച്ച് വണ്ടിയിൽ കൊണ്ടുവന്നു പോകും. ആദ്യം അവർ വണ്ടിയുടെ ഡ്രൈവറാവുക, പിന്നെ അവർ വീടിന്റെ ഡ്രൈവറാവുക, പിന്നെ അവർ ഭാര്യയുടെ ഡ്രൈവറാവുക. അങ്ങനെ എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. അതുപോലെ എത്രയെത്ര പ്രവാസി കുടുംബത്തിലെ പെൺമക്കളാണ് ഡ്രൈവർമാരുടെ കൂടെ ജീവിതം പണയം വെച്ചുകൊണ്ട് ഇറങ്ങിപ്പോയത്. ഇസ്ലാം പാലിക്കാൻ പറഞ്ഞ നിയമങ്ങളെയും നിബന്ധനകളെയും കാറ്റിൽ പറത്തുമ്പോൾ സാമൂഹികമായ ദുരന്തങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദര, ഒരിക്കൽ കോഴിക്കോട് ജില്ലയിലെ ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട അവിടുത്തെ പ്രധാനാധ്യാപകൻ പറയുകയാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിലെ എത്രയോ പെൺകുട്ടികളാണ് ദിവസേന കൊണ്ടാക്കുന്ന ഓട്ടോ ഡ്രൈവർമാരുടെ കൂടെ വഴികേടാണ്. ഇതുപോലെയുള്ള അവസരങ്ങൾ നൽകിയതാരാണ്? ഇസ്ലാം മറയ്ക്കാൻ പറഞ്ഞത് മറയ്ക്കുകയും നിയന്ത്രിക്കാൻ പറഞ്ഞത് നിയന്ത്രിക്കുകയും ചെയ്തില്ലെങ്കിൽ സാമൂഹിക ദുരന്തങ്ങളല്ലാതെ ക്ഷേമമില്ല. അതുകൊണ്ട് ഒരു മഹാന്റെ ജീവിതത്തിന്റെ ഇടവഴിയിലൂടെ എത്ര ജീവിതത്തിന്റെ നിയമങ്ങളാണ് നാം അറിയുന്നത്.